കർത്താവിന്റെ മണവാട്ടിയാവാനുള്ള നിങ്ങളെ സാത്താന്മാർ ചക്കര വാക്കുകൾ പറഞ്ഞ് മയക്കിയെടുത്ത് അവരുടെ മണവാട്ടിമാരാക്കും. അല്ലെങ്കിൽ നിങ്ങളെ നശിപ്പിച്ചവർ തടിതപ്പും. എങ്ങനെയാ മദർ സാത്താന്മാർ ഞങ്ങളെ നശിപ്പിക്കുന്നത്? അതറിയാഞ്ഞിട്ട് നിനക്ക് ഇരിക്കപ്പുറതേ ഇല്ല അല്ലേടി കാന്താരി. പരീക്ഷണത്തിന്റെ 3 മാസം നീ തികയ്ക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ ആത്മീയതയോട് മനസ്സിൽ അല്പമെങ്കിലും എതിർപ്പുള്ളവർക്ക് ലൗകിക ജീവിതം തുടരാം. പക്ഷേ മഠത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർ പുറത്തു വെച്ച് നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ മനസ്സുകൊണ്ടോ പിഴയ്ക്കരുത്. അഥവാ അങ്ങനെ ആരെങ്കിലും പിഴച്ചു പോയാൽ ഉടനെ തന്നെ കോളേജിൽ ആവേലച്ചനെ കണ്ട് കുറ്റം ഏറ്റു പറഞ്ഞ് പ്രായശ്ചിത്തം ചെയ്തിരിക്കണം. ചെയ്യാമേ. അപ്പൊ നീ പിഴയ്ക്കാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു. അല്ല, അഥവാ അങ്ങനെ എങ്ങാനും സംഭവിച്ചു പോയാൽ രാത്രിയിൽ 101 പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയിരിക്കണം. മനസ്സിലായോ? സാത്താന്റെ സന്തതികള്. ഇടം വല്ല നോക്കാറ് ജെല്ലിന്. എന്റെ ഈശോയെ, വൃത്തികെട്ട പിശാചുക്കളുടെ നോട്ടത്തിൽ നിന്നും ഈ കുഞ്ഞാടുകളെ നീ രക്ഷിക്കണമേ. നോ, ഐ എം ഡോക്ടർ രാമമൂർത്തി. നിങ്ങളുടെ രണ്ടുപേരെയും കാല് ഓപ്പറേറ്റ് ചെയ്യാൻ വന്ന. അത് പിന്നെ അന്ന് നാട്ടിൽ വെച്ച് അങ്ങനെ പറ്റിപ്പോയതാ. പറ്റിപ്പോയതല്ല, പറ്റിപ്പാണ് നിന്റെ പ്രധാന പണി. അന്ന് നീ എന്റെ കയ്യിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പക്ഷെ ഈ കൊടൈക്കനാലിൽ വെച്ച് ഇങ്ങനെ ഒരു കണ്ടുമുട്ടൽ നീ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. സത്യമായിട്ടും തികച്ചും അപ്രതീക്ഷിതമാണ് സാർ. എവിടെ മുങ്ങിയാലും നിന്നെ പൊക്കുവെന്ന് അന്ന് ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് സാർ. ഡോക്ടർ രാമമൂർത്തി, ഐ ആം പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഹെൻറി. അത് കണ്ടപ്പോഴേ മനസ്സിലായി. പക്ഷെ നീ കള്ളന് കഞ്ഞി വെച്ചവനാണ്. പൗലോച്ചന്റെ മുന്നിൽ നീ കാല് തളർന്നവനായിട്ട് അഭിനയിച്ചപ്പോൾ ഞാൻ ആ കാറിനകത്തുണ്ടായിരുന്നു. എത്രത്തോളം പോകുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തതാ. എന്തിനാ സാർ വെയിറ്റ് ചെയ്തത്? സാർ ആ കാറിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ഞാൻ ഇയാളുടെ ചികിത്സ രക്ഷപ്പെടുമായിരുന്നില്ലേ? നിന്നെ വേദന അനുഭവിക്കാന്നുള്ളത് എന്റെ ഒരു ആവശ്യമായിരുന്നു. ബിക്കോസ് ഐ എം എ സാഡിസ്റ്റ്. ഡോക്ടർ സാറിന് 25,000 രൂപ വേണ്ടേ? വേണ്ടേ ഡോക്ടർ? എന്നെ ഒന്ന് വെറുതെ വിട്ടാ മതി. 25,000 രൂപ ഞാൻ അങ്ങോട്ട് തരാം. പൂർ ബോയ്ക്കോ? എനിക്ക് അങ്ങോട്ട് തരാനില്ല, വെറുതെ വിട്ടാ മതിയായിരുന്നു. ഏതായാലും പൗലോച്ചായനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഭരത് അവാർഡ് കിട്ടുന്ന ഓവർ ആക്ടിംഗ് അല്ലേ കാഴ്ചവെച്ചത്. താങ്ക് യു. എന്റെ ദൈവമേ, പാലായിലും ഉണ്ടോ ഇതുപോലെ പാഷാണത്തിലെ കൃമികൾ? എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 25,000 രൂപ പോയിട്ട് 25 പൈസ പോലും ഈ നക്കേട് തരില്ലേ. 25,000 അല്ല, അതിന്റെ 10 ഇരട്ടി തരാം. എന്നാ തന്നാട്ടെ, ഞാൻ പൊക്കോളാം. പക്ഷെ ജോലി ചെയ്യണം. എന്തോന്ന് ജോലി? പറയാ. ഇവിടെ സെന്റ് തെരേസാസ് കോൺവെന്റ് എന്നൊരു സ്ഥാപനമുണ്ട്, അറിയാമോ? അറിയാം. അവിടെ അന്ന എന്നു പേരുള്ള ഒരു കുട്ടി പഠിക്കുന്നുണ്ട്. അറിയാം, നല്ല വെളുത്ത സുന്ദരി കുട്ടി. അതേടോ? ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത്? ഞാനെന്ന് പെട്ടിയടിച്ച് മാറ്റിയ പെണ്ണ്. അങ്ങനെയൊന്നുമില്ല സാർ, ഒന്നും മനഃപൂർവ്വം അല്ലായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. അതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. എങ്കിൽ ബന്ധപ്പെടണം. ആ പെണ്ണുമായിട്ടോ? പൗലോച്ചിന്റെ മകൾ അമ്മയാകാൻ പോകും. അയ്യോ, സത്യമായിട്ട് അതെന്റെ കുഴപ്പം കൊണ്ടല്ല. അവൾ മണവാട്ടിയാകാൻ പോകും. കുഴപ്പം സംഭവിച്ചു പോയെങ്കിൽ വേഗം മണവാട്ടി ആക്കണം. പിന്നെ പ്രശ്നമില്ലല്ലോ. താങ്ങരുത്. അവളെ മണവാട്ടിയാക്കാനോ? ആണും പെണ്ണുമായിട്ട് എനിക്ക് ഒരേ ഒരു മോളെ ഉള്ളൂ. ഇയാൾ എന്തൊക്കെയാ പറയുന്നേ? കോടീശ്വരനായ ഈ പൗലോച്ചിന്റെ ഏക മകൾ അന്ന ക്രിസ്തുവിന്റെ മണവാട്ടിയാകാൻ പോകുന്നു. എന്താന്ന് വെച്ചാൽ തെളിച്ച് പറയൂ. തെൻട്രി അല്ല എൻട്രി. അവൾ കന്യാസ്ത്രീയാകാൻ പോകുന്നു. എന്റെ കുടുംബം അനന്തരാവകാശികളില്ലാതെ അസ്തമിക്കാൻ പോവുകയാണ്. നൊമ്പരപ്പെടുന്ന ഒരു കോടീശ്വരനാണ് മക്കളെ ഞാൻ. എന്നെ നിങ്ങൾ രക്ഷിക്കണം. അവളെ കന്യാസ്ത്രീയാകാൻ അനുവദിക്കരുത്. എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഞാൻ തരാം. അതിനിപ്പോ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങളല്ല, ഇവൻ ഉദ്ദേശിച്ചാൽ ഇത് നടക്കുമെന്ന് ഉറപ്പാ. അത്രയ്ക്ക് തരികിടയവൻ. അപ്പൊ തരികിടക്കാരെ കൊണ്ടാണോ അച്ചായ മോളെ പ്രേമിപ്പിക്കാൻ പോണത്? ഇതിലും നല്ലത് ഉടളങ്ങാ വിഴുങ്ങി അങ്ങ് ചത്തൂടെ അച്ചായ. എന്ത് ചെയ്യാം, അങ്ങനെ ഒരു ഗതികേട് വന്നുപോയി. ഇതൊരു അഭിനയമാണ്. അഭിനയം കാര്യമായാൽ ആരായാലും മരണം നിശ്ചയമാണ്. ചാൾസ് എന്ത് പറയുന്നു? ഞാനൊന്നുമില്ല. മടത്ത് ചേരാൻ വന്ന പെണ്ണിനെ വളച്ച് പുറത്തടിക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ പാപമാണ്. അല്ലെങ്കിൽ നീ അങ്ങ് തുറക്കത്തി പോകാൻ പോവാ. എത്ര ലക്ഷം രൂപ തരും? ഞാൻ അവനെ കൊണ്ട് സമ്മതിപ്പിക്കാം. എത്ര ലക്ഷം വേണം? 2 ലക്ഷം. അല്ല, 3 ലക്ഷം. എന്റെ പൊന്ന് ചാൾസേ, ഞാൻ നിന്റെ കാല് പിടിക്കാം. നീ സമ്മതിക്കേ. നമുക്കൊന്ന് പൈറ്റ് നോക്കാവിടാ. ചാൾസേ, നീ വിചാരിച്ചാൽ മാത്രമേ ഇത് നടക്കൂ. ഇവൻ സമ്മതിച്ചിരിക്കുന്നു. ഞാനിവിടെ ഒന്ന് അറേഞ്ച് ചെയ്താന്ന് അവൾ അറിയരുത്. കാരണം എന്റെ മോളെ നിന്നെ പോലെ ഒരു തെണ്ടി വളക്കുന്നത് കാണാനുള്ള കരുത്തെനിക്കില്ല. ഞാനിവിടെ സ്മോളൊക്കെ അടിച്ചുള്ള മുറി കാണും. നിനക്ക് എത്ര രൂപ വേണമെങ്കിലും വന്ന് വാങ്ങിക്കാം. കാറോ ഡ്രസ്സോ എന്താണെന്ന് വെച്ചാൽ തരാം. പക്ഷേ പെണ്ണ് വളഞ്ഞിരിക്കണം. ഇപ്പൊ നേരെയാണ് ഇരിക്കുന്നത്. അല്ലടോ, പ്രേമിച്ച് വളയ്ക്കണമെന്ന്. പക്ഷേ ഒടിക്കരുത്. ഇല്ല. ആ ഹെൻറി, മോളുടെ അഡ്രസ് കൊടുക്കും. വേണ്ട, അഡ്രസ്സൊക്കെ എനിക്കറിയാം. ഞാൻ പറയട്ടെ. അന്ന, ഫസ്റ്റ് BA, സെന്റ് തെരേസാസ് കോൺവെന്റ്, ലേക്ക് വ്യൂ റോഡ്, കൊടൈക്കനാൽ. അതല്ലേ?
എടാ നീ മിടുക്കനാണല്ലോ. ഒരു ടോക്കൺ കൊടുത്തേ. പിടിച്ചോ. അതല്ലെന്ന് കുറച്ച് രൂപ കൊടുത്തേ അഡ്വാൻസ്. ഇങ്ങനെ. കാശിന്റെ തന്നെ കാശിന്റെ. താങ്ക് യു അപ്പച്ചാ. കാശ് എന്നാ ഏത് തെണ്ടിയും കയറി അപ്പച്ചാന്ന് വിളിക്കോടാ. ആ പട്ടി കഴിവുള്ള മോനെ. എന്തോ Let us come to the subject. What is romance? Anybody can answer me? ரொமான்ஸ் என்ன காதல். ஓஹோ அப்படியா? அது எனக்கு தெரியாதே. நான் கேட்டதுக்கு பதில் சொல்லு. What is romance? Romance is the ultrafine feeling of feelings. We just can't explain the meaning and feeling of love. Romance is the divine aroma of the heart. And romance is the heartbeat of men and women. Romance is the universe. Romance is the air. Romance is the earth. The blood. The flesh. Here. Stop it! ഇവിടെ stop ഇല്ല. Huh? It is the red wine of a girl's beautiful lip and sweet honey of her words. Oh, what a feeling. Yeah. Isn't it, Miss Anna? I love you, Anna. ഉഴുന്നുവട പരിപ്പുവട ബജി ചാക്കോബാർ. Oh, what a nuisance! എന്താണോ ചന്തയാണോ? ഒരു ചന്ത ഇവിടെ ഉള്ളപ്പോ വേറൊരു ചന്ത എന്തിനാണ്? ലേഡീസ് ഓഫ് ദി ജെന്റിൽമാൻ ആൻഡ് സ്റ്റുഡൻസ് ആൻഡ് ഫാദർ, ഇതാ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. ഈ കോളേജിലെ ക്യാൻറ്റീന്റെ കോൺട്രാക്ട് ഞങ്ങൾക്കാണ്. മറ്റൊരു കോളേജിലും കാണാത്ത പുതിയ രീതിയിലുള്ള സെർവിംഗ് ആണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇനി ആരും ഭക്ഷണം തേടി ക്യാൻറ്റീനിൽ വരണമെന്നില്ല. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഭക്ഷണം ഓർഡർ അനുസരിച്ച് നിങ്ങളുടെ സീറ്റുകളിൽ എത്തുന്നതാണ്. ഫാദറിന് വിരോധമില്ലെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ സെർവ് ചെയ്തോട്ടെ. ക്ലാസ് റൂമിലാണോടോ കച്ചവടം? യെസ്, ദിസ് ഇസ് ക്ലാസ് ഡെലിവറി. മസാല ദോശ, നെയ് റോസ്, ചിക്കൻ ഗുലാബി, ബനാന ഗോസറീസ്, ഹൽവ മിരാണ്ട, പൂരി, മിൽക്ക് ഷേക്ക്, മനീഷ കൊയ്രാള, എവരിതിങ് ഓക്കെ. ഓ മൈ കൊരാള, ഛേ നോ, ഓ മൈ ജീസസ്, സേവ് മീ. സേമിയ ഐറ്റംസ് ഇപ്പൊ ഉണ്ടാവില്ല. ഓ തന്റെ നെയ്ച്ചർ താനോടോ? നെയ്ച്ചോറ് ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും. തൽക്കാലം ഫാദർ ഈ ഐസ്ക്രീം കഴിച്ച് മൃതിയടായി, സോറി തൃപ്തിയടായി. ഓ മൈ ഫാദർ. നോട്ട് മൈ ഫാദർ, യുവർ ഫാദർ. പ്ലീസ് ഈ ഐസ്ക്രീം കഴിക്കൂ ഫാദർ, പ്ലീസ്. കഴിച്ചോളൂ father, ശരീരം പുഷ്ടിപ്പെടട്ടെ. വെറുതെ കിട്ടുന്നില്ലേ ഫാദർ, കഴിച്ചോളൂ. വടി പിടിങ്ങ പോലെ നിൽക്കാണ്ട് കുട്ടികളുടെ ഓർഡർ എടുത്തോ. ആർക്ക് ചോറ്, ആർക്ക് നെയ്ച്ചോറ്, ആർക്ക് ബിരിയാണി, ആർക്ക് ബിയർ, ബീഡി സെർവിയർ. എന്റെ ഈശോയെ, ഞാൻ എന്നാ ഈ കേൾക്കുന്നേ? ഇവനൊക്കെ പഞ്ചാര അടിക്കാൻ മഠത്തിലെ പെമ്പിളരെ കിട്ടിയുള്ളൂ. മദർ നേരിട്ട് പ്രിൻസിപ്പലിന്റെ അടുത്ത് ചെന്ന് കംപ്ലൈന്റ് ചെയ്യണം. അവൻ അങ്ങനെ വിടാൻ പാടില്ല. ചാൾസ് ഒനാസിസ് ജൂനിയർ എന്നാ അയാളുടെ പേര്. എന്നാ വാങ്ങാത്തവയാണെങ്കിലും ആയിക്കോട്ടെ. ഇതൊക്കെ ഒരുതരം മായകളാ മക്കളെ. ഹാ, ജൂനിയർ ഇങ്ങനാണെങ്കിൽ അവന്റെ തന്ത സീനിയർ എന്തായിരിക്കും സാധനം? എന്റെ ഈശോയെ, എന്റെ കുഞ്ഞാടുകളെ നീ കാത്തോളണം. അന്നയുടെ പുറകെ അയാൾ ഇപ്പൊ കൂടിയിരിക്കുന്നത്. കണ്ടിട്ട് വലിയ പണക്കാരനാണെന്ന് തോന്നുന്നു. ഹാ, പണക്കാരനായോണ്ടായിരിക്കും കോളേജ് ക്യാമ്പസിൽ ഉള്ളിവടയും ചായ മിക്കാൻ നടക്കുന്നത്. അയാളാണ് മദർ കോളേജ് ക്യാൻറ്റീൻ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്. ഇന്ന് എല്ലാ സാധനങ്ങളും ഫ്രീ ആയിട്ടാ തന്നത്. ആരെന്ത് ഫ്രീ ആയിട്ട് തന്നാലും നിങ്ങൾ വാങ്ങൂ? ആദ്യമൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ടായിരിക്കും തരുന്നത്. ഇത് കഴിഞ്ഞിട്ട് കാര്യമായിട്ടൊരു തെരിയില് തരും. അന്നേരം കരഞ്ഞത് കൊണ്ടോ സൂയിസൈഡ് പോയിന്റ് പോയി ചാടി കൊണ്ടോ കാര്യമില്ല. ആ വിലച്ചില്ലായിരുന്നു അവിടെ. അച്ഛന് ഏറ്റവും വലിയ പ്രശ്നം 2 ഐസ്ക്രീം കിട്ടിയപ്പോ അച്ഛനും അയാളുടെ പക്ഷത്തായി. എന്റെ ഗുരുത്തി മാതാവേ, എന്റെ തല പിളരുന്നു. എവിടെ നിങ്ങളുടെ ജപമാല? കയ്യിലുണ്ട്. പോയി മുട്ടുകാലിൽ നിന്ന് ജപമാല ചൊല്ല്. പരീക്ഷണങ്ങളിൽ ഞങ്ങളെ അകപ്പെടുത്തരുതെന്നും ആശ കടക്കാനുള്ള കരുത്ത് തരണമെന്നും മുട്ടിപ്പായിൽ നിന്ന് പ്രാർത്ഥിക്കും. ചെല്ല്. Who ordered Japan cutlet here, students? Nobody ordered? Silence, please. It's correct, father. But my boss Charles Onassis Junior എന്നോട് പറഞ്ഞിരിക്കുന്നത് സൈലൻസ് പ്ലീസ് എന്നല്ല, സെർവ് പ്ലീസ് എന്നാണ്. ആരെന്ത് ചോദിച്ചാലും കൊടുക്കുക, ആരെന്ത് തന്നാലും മേടിക്കുക. What do you want, father? ഉഗാണ്ടൻ ബോണ്ട, ഉട്ടോപ്യൻ ഉഴുന്നുവട, കാനഡ കട്ട്ലറ്റ് or ചൈനീസ് ചമ്മന്തി? Stupid. അത് 10 മിനിറ്റിനുള്ളിൽ റെഡിയാക്കി തരാം ഫാദർ. ഗുഡ് ആഫ്റ്റർനൂൺ ഫാദേഴ്സ്, മദേഴ്സ്, സിസ്റ്റേഴ്സ് ആൻഡ് മൈ ലവേഴ്സ്. ഭക്ഷണകാര്യത്തിൽ നിങ്ങൾ പൂർണ്ണ തൃപ്തരാണെന്ന് എനിക്കറിയാം. ഷൂഷു പറയാനല്ല ഞാൻ തന്നെ ഇങ്ങോട്ട് വിട്ടത്. ആദ്യം മാന്യമായി സെർവ് ചെയ്യാൻ പഠിക്കണം. Yes, sir. കീപ് ഇറ്റ് ഹിയർ. ഇതൊരു 5 സ്റ്റാർ കോളേജാക്കി മാറ്റുകയാണ് നമ്മുടെ ലക്ഷ്യം. പഠിത്ത കാര്യത്തിൽ നിങ്ങൾ വളരെ പിന്നിലാണെങ്കിലും ഭക്ഷണ കാര്യത്തിൽ നമ്മൾ പൂർണ്ണ വിജയം കൈവരിക്കുക തന്നെ ചെയ്യും. ഇതുപോലൊരു അടിയുടെ ശബ്ദം നേരത്തെ ഞാൻ കേട്ടിരുന്നു. ഫാദറിന്റെ കൈകൊണ്ട് കിട്ടുന്ന അടി അതൊരു മഹാഭാഗ്യമാണ്. എനിക്കത് കിട്ടിയില്ലെന്നോർത്ത് ഞാൻ ഖേദിക്കുന്നു. ഇവിടെ വാ പൊളിച്ചെന്ന് കണ്ട് അടുക്കളയിൽ ചെന്ന് വേസ്റ്റെല്ലാം തൂത്തെടുത്ത് ഫാദർ ഗബ്രിയലിന് ചിക്കൻ ഗുലാബി ഉണ്ടാക്കി കൊടുക്കണം. ചില്ലി കുറച്ച് വരെ ഫാദർ, ചില്ലി കുറച്ച്. ഇരിക്കുന്ന കുട്ടി ജപ്പാൻ കട്ട്ലേറ്റിന് ഓർഡർ ചെയ്തിരുന്നു. കർത്താവിന്റെ ദാസനായ ഞങ്ങളുടെ മനസ്സ് കഴിഞ്ഞാൽ എനിക്കിതൊക്കെ സെർവ് ചെയ്യാമായിരുന്നു. ഞാനിതൊക്കെ സെർവ് ചെയ്തോട്ടെ ഫാദർ ഗബ്രിയൽ അച്ചോ. എന്റെ ഹൃദയശ്വരിക്ക് വേണ്ടി ഈ ഉള്ളവന്റെ ലോല ഹൃദയം മൈദമാവിൽ മുക്കി പൊരിച്ചെടുത്ത കട്ട്ലേറ്റാ ഈ അനുരാഗ കട്ട്ലേറ്റ്. തീവ്രമായ എന്റെ പ്രേമത്തെ തിരസ്കരിക്കരുത്.
എന്നെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കരുത്. ഞാൻ കാട്ടുമാക്കാൻ നോക്കുന്നു. ഞാൻ പോവാ. ഇതിനകത്തിരുന്ന് ഫാദർ വല്ലാണ്ട് കറത്തു. വാട്ട്സ് ദ പ്രോബ്ലം? ഓ